ഈ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മുഴുവനായിട്ടും പിന്മാറിക്കഴിഞ്ഞോ എന്നുള്ളതാണ്. നിങ്ങൾ ഇനി ഈ ഒരു വ്യക്തിയെ പ്രതീക്ഷിക്കണോ, മുഴുവനായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിന്നും ആൾ ഒഴിഞ്ഞു പോയോ മാനസികമായിട്ട് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾ ഭയങ്കര സ്പിരിച്വലി അടുത്തിട്ടുണ്ടായിരിക്കണം. എന്താ പറയുക, ആദ്യം തീരെയും ദൈവഭക്തി ഇല്ലാത്തവരായിരുന്നു എന്നല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവത്തെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സ്പിരിച്വലി അവേക്കണിങ്ങും കുറേ പേർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. സ്പിരിച്വൽ അവേക്കണിങ് സ്റ്റേജസ് ഒക്കെ നിങ്ങളുടെ ദൈവത്തോട് കൂടുതലും ആയിട്ട് അടുപ്പിക്കാനായിട്ടും കൂടി വന്നിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും മുഴുവനായിട്ടും പിരിഞ്ഞു പോയിട്ടില്ല. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം. കുറേ പേർക്ക്, എല്ലാവർക്കും അല്ല. ഞാൻ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഇത് റീസണേറ്റ് ആവണമെന്നില്ല. കുറച്ച് പേർക്ക് ഇവിടെ പൂർണ്ണമായിട്ടും അവർ വേണ്ടാന്ന് വെച്ച് പോയവരായിട്ടും കാണിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക്, വളരെ കുറച്ച് പേർക്ക്. പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിഷമിക്കണമെന്ന ആവശ്യമില്ല. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികളൊക്കെ നമ്മളിലുണ്ട്. ഓക്കെ, അത് വിട്ടേക്കും, നമുക്കിത് പറയാം. ഇവിടെ ഈ ഒരു വ്യക്തി കുറേ ഇതിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് വന്നിട്ട് കോണ്ടാക്റ്റിൽ ആവേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ സാഹചര്യം കാണിക്കുന്നില്ല. കുറേ പേർക്ക് ഇവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഫാമിലി പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്ന വ്യക്തികളെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു കാര്യത്തിൽ വളരെ ടെൻസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ഫുള്ള് ഫോക്കസ് അവർക്ക് ഇപ്പം അതിലേക്കാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു വ്യക്തി പൂർവാധീന ശക്തിയോടെ തന്നെ തിരികെ വരുന്നതാണ്. ഓക്കെ, ദ ഫുൾ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. പുതിയ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴൊരു ഈ ഒരു സെപ്പറേഷൻ്റെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ഇവിടെ സ്പിരിച്വലി അവേക്കണിങ് സ്റ്റേജസ് ആയതുകൊണ്ടാണ് ഏറെക്കുറെ പേർക്ക് ഇവിടെ സെപ്പറേഷൻ തന്നെ വന്നിട്ടുള്ളത്. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ ദൈവത്തിലേക്ക് കൂടുതലും അടുക്കണം. പക്ഷേ ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു ഡിവൈൻ പ്ലാൻ പലർക്കും അവിടെ വർക്കാവുന്നില്ല. ഒരുപാട് പേര് ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ടൊന്നും കിട്ടുന്നില്ല കുറേ പേർക്കൊന്നും ഇവിടെ. ഓക്കെ, അതെനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിലും ഗൈസ് ഒരിക്കലും നിങ്ങൾ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കരുത്. ഓക്കെ, നിങ്ങളവിടെ നെഗറ്റീവായിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് അവിടെ അട്രാക്റ്റഡ് ആക്കുക. ഈ വ്യക്തികൾ, ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഡിവൈൻ സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അവർ ഒരിക്കലും ഡിവൈൻ ആഗ്രഹിക്കുന്നില്ല കരഞ്ഞുകൊണ്ട് ഇരിക്കാൻ. അവർക്ക് പല മാറ്റങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ വരേണ്ടതായിട്ടുണ്ട്. സ്പിരിച്വൽ അവേക്കണിങ് ഫേസ് ചെയ്യുന്നു. സ്പിരിച്വൽ അവേക്കണിങ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക പേർക്കും അത് ഈസി ഗോയിങ് ആയിരിക്കില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടത്. അതും തലങ്ങും വിലങ്ങും പ്രശ്നങ്ങളായിരിക്കും. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രമായിരിക്കില്ല, ഔട്ട്സൈഡ് ഫാക്ടേഴ്സിൽ നിന്നും പോലും നിങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു സമയം ഇതിൽ കാണുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ മറികടക്കണം. പക്ഷേ ഈ ഒരു വ്യക്തി പിരിഞ്ഞു പോയി. ആ വ്യക്തിയെ എന്തിനാണ് യൂണിവേഴ്സ് എന്നെ ഇത്രയധികം ദ്രോഹിക്കുന്നത്, എനിക്ക് മതിയായി, ഞാൻ എത്ര കരഞ്ഞു വിളിച്ചിട്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും എന്നാണ് എനിക്കിതിൽ ഒരു വ്യത്യാസം ഇല്ലാത്തതെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും വരില്ല അങ്ങനെ രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. കാരണം ഡിവൈൻ ആഗ്രഹിക്കുന്ന അതല്ല നിങ്ങളിൽ നിന്നും. ഓക്കെ, ഈ ഒരു വ്യക്തിയിലൂടെ മാത്രമേ നിങ്ങളെ കുറച്ചെങ്കിലും എന്താ പറയുക ഒന്ന് മാനസികമായിട്ട് ഇളക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യക്തി വന്നു പോയതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ സ്പിരിച്വലി അവേക്കണിങ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് റൈറ്റ് വേയിലല്ല നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ സ്ട്രോങ് ആവാനായിട്ട് ശ്രമിക്കണം. ഓഫ് കോഴ്സ് ഇവിടെ വിഷമം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് അകന്നൊന്നും പോയിട്ടില്ല, മനസ്സിലുണ്ട്. ഓക്കെ, അവർ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ ഉള്ളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ലൈക്ക് അവരുടെ പേരുകളൊക്കെ പലപ്പോഴും പല രീതിയിലും കാണുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സോങ്സുകളോ അല്ലെങ്കിൽ അവരെ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ എന്തെങ്കിലും ആയിരിക്കും, സോങ്സോ അല്ലെങ്കിൽ അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമോ അങ്ങനെയൊക്കെ കാണുമ്പോൾ കുറേ പേർക്ക് ഇവിടെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ഇത് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളോ അവരോ. ഓക്കെ, അതിങ്ങനെ എഫക്റ്റ് വരുന്നതാണ്, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ മ്യൂസിക് ഫീൽഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ബിക്കോസ് നമുക്കിങ്ങനെ
പറയുന്ന കാര്യങ്ങൾ മ്യൂസിക് എനിക്കങ്ങനെ വരുന്നതാണ്. മ്യൂസിക് ഇഷ്ടമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ പാടാനായിട്ടുള്ള കഴിവുകൾ ഉള്ള വ്യക്തികൾ, നിങ്ങളോ അവരോ. ഓക്കെ. ആൻഡ് പെറ്റ്സിനെ വളർത്തുന്ന കുറച്ച് പേരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു വൈബ് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. പെറ്റ്സിനൊക്കെ വളർത്തുന്ന ആൾക്കാരെ ഇവിടെ ഒരു വൈബ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ആദ്യം വളരെ ലവ് കെയർ സപ്പോർട്ടൊക്കെ തന്നിരുന്ന ഒരു വ്യക്തി ആയിരിക്കണം. പിന്നീട് അങ്ങോട്ട് അവരുടെ സാഹചര്യവശാൽ മാറിപ്പോയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഈ വ്യക്തി തിരിച്ചു വരും. പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും പിന്മാറിയിട്ടില്ല. അവർക്ക് കൂടുതലും ആ ഒരു ഇതിലേക്ക് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് അവർക്ക് മാറേണ്ടി വന്നതെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെയോ എഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. അവരെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിലും അവർക്ക് ആദ്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ പോലും പിന്നീട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ്. അപ്പം ഇതിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുണ്ടായിരിക്കുള്ളൂ മേ ബി. ഓക്കെ. അവരെ കുറേ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഒരു ഫീലിങ്സ് ആണ് ഇവിടെ വരുന്നത്. അവരുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവരുടെ കാര്യം ചിന്തിക്കാതെ നിങ്ങൾ പെരുമാറുന്നു എന്നുള്ളൊരു രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് വില അവർ അറിയട്ടെ എന്നും പറഞ്ഞിട്ടുള്ളൊരു മാറി നിൽപ്പും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവരെന്തായാലും തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് അവർ വേറെ എന്തിലെങ്കിലും കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങൾ പേജ് ഓഫ് കപ്സിൽ കണ്ടാൽ തന്നെ അറിയാം. കപ്സ് എനർജി കുറച്ച് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് കപ്സ് അടുപ്പിച്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ആ പേഴ്സൺ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം എന്തോ നല്ല രീതിയിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള റിലേഷൻഷിപ്പ് പോലെ ഒന്നും അല്ല ഈ വ്യക്തി. മുമ്പും വേറെ റിലേഷൻഷിപ്പ് ഡീൽ ചെയ്ത് വന്നിട്ടുള്ള വ്യക്തി ആയിരിക്കണം. പക്ഷെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഈസി ആയിട്ട് വിട്ടിട്ട് പോരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങളെ പെട്ടെന്ന് വിട്ട് കളയാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല ഈ ഒരു വ്യക്തിക്ക്. ഓക്കെ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഒരവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ല. വളരെ എന്താ പറയുക, ഈ ഒരു വ്യക്തി ഇങ്ങനെ അകന്നു പോയതിനു ശേഷം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതിനു ശേഷം ചിലപ്പം കുറച്ച് അധിക കാലം തന്നെ ആയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആദ്യകാലത്തൊക്കെ നിങ്ങൾ ഒരു പിണക്കം വരുമ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം നീണ്ടു നിന്നിരുന്ന ഒരു പിണക്കത്തിൻ്റെ ദൈർഘ്യം ഇപ്പം കൂടിയിട്ടുണ്ടായിരിക്കണം. പിന്നീട് അത് 1 വീക്കായി, 2 വീക്സായി, പിന്നെ 1 മന്ത്, 2 മന്ത്, 3 മന്ത് അങ്ങനെ പോയിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിലും. ഓക്കെ. അപ്പോൾ അതിലൂടെ കുറച്ച് ഒരു ഇമോഷണൽ ഗ്യാപ്പ് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ വ്യക്തിക്ക്. ഓക്കെ. നിങ്ങൾക്കല്ല, ആ വ്യക്തിക്ക്. നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നിങ്ങൾ നിങ്ങളുടെ സോള് വിശ്രമിക്കുന്ന സമയം വരെ, അതായത് ഉറങ്ങുന്ന സമയം വരെ, നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്തും ഇത് തന്നെയാണ്. ആ വ്യക്തിനെ കുറിച്ച് ആലോചിച്ച് കരയുക, കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ, വീട്ടിലെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പാട്ടുകൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഫിലിം കാണുമ്പോഴോ എന്തെങ്കിലും ടി വിയിൽ എന്ത് പ്രോഗ്രാം കണ്ടാൽ പോലും നിങ്ങൾക്ക് അവരായിട്ടുള്ളൊരു കണക്ഷനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മാനസികമായിട്ട് വരുന്നുണ്ടായിരിക്കുക. ഒന്നിലും ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ, അതായത് ഡിപ്രഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും അറിയുന്നുണ്ടായിരിക്കുക. വളരെയധികം ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. എന്നും കരയാത്തൊരു ദിവസം പോലും ഇല്ല. എന്നും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പലരെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കരഞ്ഞുകൊണ്ട് ദൈവത്തെ വിളിക്കുക, ദൈവത്തിനോട് കംപ്ലൈൻറ്റ് പറയുക. എന്തിനാണ് ദൈവമേ എന്നിങ്ങനെ ദ്രോഹിക്കുന്നത്? എന്തിനാണ് ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്? ഒരു കാര്യവുമില്ലാതെ ഞാനിങ്ങനെ അനുഭവിക്കുന്നത് കണ്ടില്ലേ? എന്തിനാണ് ഈ പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്? ഒരു വല്ലാത്തൊരു പേടി. അതായത് നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ അഭാവത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഭക്ഷണം പോലും നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം പോലും തൊണ്ടയിൽ നിങ്ങൾ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, അതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എവിടെ ചെന്നാലും അവരുടെ ഓർമ്മകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക്. കാരണം നിങ്ങൾ എവിടെ ചെന്നാലും യൂണിവേഴ്സായിട്ട് നിങ്ങളെ അവരെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ തള്ളി വിടുകയാണ്. ഓക്കെ. നിങ്ങൾ അങ്ങനെ, കാരണം കുറേ പേർക്ക് ഞാൻ പറഞ്ഞല്ലോ, സ്പിരിച്വൽ അവേക്കണിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാം, ഈ ഒരു പേഴ്സൺ ഇനി വേണ്ട എൻ്റെ ലൈഫിൽ. ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, എനിക്ക് സന്തോഷം ദുഃഖം മാത്രം തരുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് എന്തിനാണ് കൊണ്ടുപോകുന്നത്? ഞാൻ നാളെ മുതൽ മറക്കും, വേണ്ട.
അങ്ങനെ വിചാരിച്ചാൽ പോലും നിങ്ങൾ പിറ്റേ ദിവസം എണീക്കുമ്പോൾ അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറോ അത് ഡീപ്പായിട്ട് വീണ്ടും അതിലേക്ക് പുഷ് ചെയ്യുന്ന രീതിയിൽ വളരെ ഇതിലേക്ക് ഇമോഷണലായിട്ട് നിങ്ങൾ വീണ്ടും പോകുന്നതായിരിക്കും. എപ്പോഴാണോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് വേണ്ടാന്ന് വെച്ചിട്ട്, ആ സമയം മുതൽ നിങ്ങളൊന്ന് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ പോലും അവരുടെ മെമ്മറീസ് ആയിരിക്കും കൂടുതൽ വാട്സപ്പ്. അപ്പം നിങ്ങൾ ഒരു കോളിൻ്റെ ഒരു സൗണ്ട് കേട്ടാലോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം വേറൊരാളുടെ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ അതെടുത്ത് നോക്കാൻ പോലും നിങ്ങൾക്ക് മാനസികാവസ്ഥ ഉണ്ടായിരിക്കില്ല. കാരണം ഈ ഒരു വ്യക്തിയുടെ കാര്യം മാത്രമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കോളും അവരായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം നിങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അവരെ വിട്ടിട്ട് പോകില്ല, മാനസികമായിട്ട് അകന്നു പോകില്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് ഡീപ്പായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ടോക്സിക് ആയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഫുള്ള് പ്രോബ്ലംസ്, ഫൈറ്റ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു ഇതിലാണ് അവരിപ്പോൾ മാറി നിൽക്കുന്നത്. പക്ഷെ അവർക്ക് ഇന്നർ സെൽഫിൽ നിന്ന് ഇഷ്ടം നിങ്ങളോടത്ത് എന്താ പറയുക, എന്തോ ഒരു ഫീലിങ്സ് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ കുത്തുന്ന രീതിയിൽ അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരാനോ ഒരുമിക്കാനോ ഉള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നില്ല. ബിക്കോസ് നിങ്ങൾ കരഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ റിസൾട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ തിരികെ തരുന്നുണ്ടായിരിക്കില്ല എന്നുള്ളൊരു ഇതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.